എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമമുണ്ടായ ഒരു മുഹൂർത്തം പറയാൻ പറഞ്ഞാൽ നമുക്ക് ഇപ്പം മഞ്ജു പറയും എല്ലാവർക്കും അങ്ങനത്തെ മുഹൂർത്തമുണ്ട്. ആ സിറ്റുവേഷൻ ആയിരിക്കും എന്ന് പറയാം. എങ്കിലും നമുക്കൊരു ഏറ്റവും വിഷമമുണ്ടായി നമുക്കിത് വേണ്ട, നമ്മൾ തന്നെ ഈ ലോകത്തിൽ നിന്ന് പോയേക്കാന്ന് ഒരു ചിന്തിച്ച മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമാണ്. അങ്ങനെ ഒരു മുഹൂർത്തം പറഞ്ഞാൽ ഏതായിരിക്കും മഞ്ജു എന്നുള്ളത്? അങ്ങനെ മുഹൂർത്തം എന്നുള്ളതല്ല, അങ്ങനെ ഒരു മൊമെന്റ് അല്ല അത്. ഒരു ഒരു കാലഘട്ടം, ഒരു കുറച്ച് മാസങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ബിഗ് ബോസിന് ശേഷം ഞാൻ അനുഭവിച്ച സൈബർ ബുള്ളിങ് എനിക്കറിയില്ല വേറെ ആരെങ്കിലും അത്രയും ഭീകരമായിട്ട് അനുഭവിച്ചിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ എനിക്ക് ചേട്ടനായിട്ടൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ചേട്ടൻ എന്നെ ഇഷ്ടമല്ല, നിങ്ങൾ എന്നെ നേരെ നോക്കി നിന്ന് എന്നോട് നിങ്ങൾ അങ്ങനത്തെ അവരല്ലേ, നിങ്ങൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് ആർഗ്യൂ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ന്യായം പറയാൻ പറ്റും. ഇത് എനിക്കറിയാത്ത, ഞാൻ കാണാത്ത, മുഖമില്ലാത്ത കുറേ മനുഷ്യരിരുന്ന് അനാവശ്യങ്ങൾ തന്നെ പറയാണ്. എന്നെ മാത്രമല്ല, എൻ്റെ ഒന്നും അറിയാത്ത കുഞ്ഞിനെ, എൻ്റെ പപ്പ, എൻ്റെ അമ്മ, എൻ്റെ ആങ്ങള, അവരൊക്കെ എനിക്കൊപ്പം മോശക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് ഓവർകം ചെയ്യും? എനിക്ക് അന്നാണെങ്കിൽ കുന്തം ലോക്ക്ഡൗണും കൂടിയാണ് ആ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം എനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ ലൈഫ്. ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നിയോ? അവസാനിപ്പിക്കാനല്ല, എനിക്ക് മരിക്കാനൊക്കെ പേടിയാണ്. എനിക്ക് അങ്ങനെയൊന്നും ഞാൻ വളരെ വിരളായിട്ടൊക്കെ ചിന്തിക്കുള്ളൂ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? അതൊക്കെ പണ്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ചത്തു കളഞ്ഞേക്കാന്നൊക്കെ. അതല്ല, ഈ സമയത്ത് എനിക്ക് തോന്നിയത് ഈ മനുഷ്യരൊന്നും ഇല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കണം. എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇറങ്ങി നടക്കണം. എന്നെ അത്ഭുതത്തോടുകൂടി നോക്കാതെ, എന്നെ കളിയാക്കാതെ, പുച്ഛച്ചിരികളില്ലാത്ത നിരത്തുകളിലൂടെ എനിക്ക് നടക്കണം എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ അന്നേരം ഉണ്ടായിരുന്നത്. കാരണം അത്ര മോശമായിട്ട് എന്താ പറയണ, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ എൻ്റെ തൊഴിലിനെ പോലും, എൻ്റെ സ്വഭാവത്തെയൊക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എനിക്കത് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഫോൺ തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമാണ്. ഒരു പ്രാവശ്യം കണ്ടാൽ ഇത് പണ്ടാരം കൂടെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ റെക്കമെൻഡേഷനിലൊക്കെ ഇതാ വരുന്നത്. എനിക്ക് ഫോൺ എടുക്കാൻ നിർവാഹമില്ല. അപ്പം എൻ്റെ കുഞ്ഞു പറയും, അമ്മ കുറച്ച് നാൾ ഫോൺ ഉപയോഗിക്കണ്ട. പക്ഷെ ഫോൺ എടുക്കാതിരുന്നാലും ഫോണിൽ കോളുകൾ വരികയാണ്. അല്ലെങ്കിൽ ഞാനിത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് ഫോർവേഡ് ചെയ്തിരുന്ന ന്യൂസുകളൊക്കെ ഇങ്ങനെയുള്ള ന്യൂസുകളാണ്. മഞ്ജു ബിഗ് ബോസിൽ ചെയ്തു എന്ന് പറയുന്നത് എല്ലാവരും കോമൺ ആയിട്ട് കണ്ടു എന്നൊരു ഇതായിരുന്നു ഉണ്ടായത്. നിസ്സാര കാര്യമാണ്, നമ്മളൊരു മോനെ പോലെ അല്ലെങ്കിൽ വാത്സല്യത്തോട് കൂടി. അയ്യോ, ഞാൻ അതുമല്ല പറയുന്നത്. അല്ല, അങ്ങനെയൊക്കെ ഒരു വിഷയമുണ്ട്. അതും വലിയ ട്രോളുകൾ വന്നു, അതും വലിയ വിവാദമായി. ഈ ബിഗ് ബോസിന് ഇനി വിളിച്ചാൽ പോവോ? അതെന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് പോലെ ഇരിക്കും ചേട്ടാ. സീരിയസ്ലി, ഞാൻ അന്ന് പോയത്, എനിക്ക് കുറേ കടം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു എമൗണ്ട് ചാനലിനോട് സംസാരിച്ചു, അവർ ഓക്കെ പറഞ്ഞു. കൊള്ളാം, അപ്പോൾ ഇത്രയും പൈസ എനിക്ക് കിട്ടുന്ന വേറൊരു സ്ഥലമില്ല. ഇപ്പോൾ ഒരു നടിയുടെ ദിവസ വരുമാനം എന്തായിരിക്കുമെന്ന് ചേട്ടന് ഊഹിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പം എൻ്റെ വിചാരം ഈസി ആയിട്ട് അങ്ങ് കടന്നു പോകും, ഒരു കുഴപ്പമില്ല. നെവർ ചിന്തിച്ചിട്ടില്ല. ഡെയിലി കിട്ടുന്ന പേയ്മെന്റ് അല്ലാതെ ഞാൻ അതിൽ കൂടുതൽ ഒന്നും ഞാനൊരു 2-3 ആഴ്ചയാണ് പ്രതീക്ഷിച്ചുള്ളൂ. ഞാൻ 50 ദിവസം നിന്നു, അത് മതി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിൻ്റെ അകത്ത് കടന്നപ്പോഴാണ് മനസ്സിലായത് ഇതത്ര ഈസി അല്ല എന്നുള്ളത് മനസ്സിലായത്. കാരണം ഞാനും ചേട്ടനും ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെല്ലാം വഴക്കുകൾ ഉണ്ടാവും. എന്റെയും ചേട്ടന്റെയും അഭിപ്രായങ്ങൾ ഒന്നായിരിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ തല്ലുപിടിച്ച് മരിക്കും. ഇതേപോലെ 16 പേരാണ് അവിടെ, ചുറ്റും ക്യാമറ, ഭയങ്കര ഫ്രസ്ട്രേഷൻ. ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെ, അത് നമുക്ക് താങ്ങാവുന്നതിന് അപ്പുറമാണ്. ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഭാവിയിൽ ഗുണമാണോ ദോഷമാണോ ഉണ്ടായത്? ബിഗ് ബോസ് കൊണ്ട് എനിക്കുണ്ടായ ഗുണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണ്. അതല്ലാതെ കരിയറിൽ ഒരു കോട്ടം സംഭവിച്ചു എന്നെ സംബന്ധിച്ച് ഇല്ല എന്ന് വേണം പറയാൻ. ഇനിയിപ്പോൾ ഈ സിനിമകൾ വരാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഞാൻ വന്നു, ലോക്ക്ഡൗൺ കഴിഞ്ഞ് പിറ്റേ ആഴ്ച മുതൽ ഞാൻ വർക്കിന് ഇറങ്ങി തുടങ്ങി. എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അന്നേരം വർക്ക് ചെയ്തിരുന്നത് കൗമുദി ചാനലിലാണ്. എനിക്ക് ആ ചാനലിനോടുള്ള നന്ദി ഒരിക്കലും പറഞ്ഞാൽ മതിയാവില്ല. കാരണം ആ സമയത്ത് ടെലികാസ്റ്റിംഗ് പോയ എപ്പിസോഡുകൾ ചേട്ടൻ്റെ അടുത്ത് നോക്കണം.
ഇവളെ ഒഴിവാക്കൂ എന്ന് പറയുന്ന കമന്റിന് 14-16K ലൈക്കാണ് വരുന്നത്. അത്ര നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവിൻ്റെ അങ്ങേ അറ്റം. എൻ്റെ ഒരു ഇൻ്റർവ്യൂ ചാനലിലിട്ടാ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം കാണണം എന്ന് പറഞ്ഞിട്ട് കൗമുദിയിലിട്ടാലൊക്കെ തെറിവിളി, കൗമുദിക്കും തെറിവിളി. അവർക്ക് പേഴ്സണലി അവരുടെ ലാൻഡ് ലൈനിലോട്ടൊക്കെ കോളുകൾ വന്നിട്ടുണ്ട്. മഞ്ജു തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്, പല കാര്യങ്ങളും തുറന്നു പറയും, ഫേസ്ബുക്കിലൂടെ ഒന്ന് കരയും അല്ലേ, എത്രയോ ലൈവിൽ കരഞ്ഞിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഫേക്കാന്നാണ് ചില കമന്റുകൾ വരുന്നത്. അത് എനിക്കിപ്പോ ഞാൻ സത്യമാണെന്നും പറഞ്ഞു ഞാൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനേ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് ചിരി വന്നാൽ ഞാൻ ഒച്ചത്തിൽ ചിരിക്കുന്ന ഒരാളാണ്. സങ്കടം വന്നാൽ എൻ്റെ കണ്ണ് പെട്ടെന്ന് നിറയും. ഞാൻ ഇതുവരെ ഇപ്പോൾ സീനൊക്കെ വായിക്കുമ്പോഴും നമുക്ക് സങ്കടം വരുന്ന ഭാഗമൊക്കെ വരുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകും. അതെന്റെ കണ്ണിന്റെ കുഴപ്പമാണ്. ഡയറക്ടർമാർക്ക് സുഖാട്ടോ. അപ്പൊ അതുകൊണ്ടിട്ട് മറ്റേ ഗ്ലിസറിനും കൊണ്ടൊന്നും എൻ്റെ അടുത്തേക്ക് ആരും വരാറില്ല. എനിക്ക് ഉറപ്പായിട്ട് സങ്കടം. ചേർത്ത് പിടിച്ചതാരാണ് ഈ വലിയ എന്റെ പ്രതിസന്ധിയിൽ ചേർത്ത് പിടിച്ചത് എൻ്റെ അമ്മച്ചി, പപ്പ, എൻ്റെ സുഹൃത്തുക്കള്, എൻ്റെ ആങ്ങള, എൻ്റെ മോൻ. അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാനിത് മറികടക്കൂലായിരുന്നു. ഇപ്പോഴും അതെ. ഇപ്പൊ ആരൊക്കെ എങ്ങനെയൊക്കെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞാലും അപ്പനും അമ്മയും, എനിക്ക് തോന്നുന്നില്ല മക്കള് പോലും അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല, അപ്പനും അമ്മയും തരുന്ന ഒരു ധൈര്യം അവരെന്തുമാത്രം സഹിക്കുന്നുണ്ടായിരിക്കും അല്ലേ. എൻ്റെ ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ആള് ഇതേപോലെ മോളെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത് എന്ന് എൻ്റെ അമ്മച്ചനോട് ചോദിച്ചു. എൻ്റെ അമ്മച്ചിയുടെ കണ്ണീന്ന്, പക്ഷെ എന്നോട് പറയുമ്പോൾ എൻ്റെ അമ്മ കരയുന്നുണ്ട്. പക്ഷെ അവരോട് എൻ്റെ അമ്മ ആരെന്ത് പറഞ്ഞാലും എൻ്റെ കൊച്ചിനെ എനിക്കറിയാം, നിങ്ങൾ അതിനകത്ത് ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മച്ചിങ്ങ് പോകുന്നു. അതുപോലെ നമുക്ക് വേണ്ടി വാദിക്കാൻ ലോകത്ത് ഒരാളും ഉണ്ടാവില്ല, നമ്മുടെ പാരൻസ് അല്ലാതെ. അപ്പോൾ ചെയ്യൂ ഇനി ഇത് കള്ളത്തരാന്ന് പറയും കുന്തം. അയ്യോ, വേറെന്തേലും ചോദിക്കേ. അഖ്യാതികൾ പറയുന്നവര് പറയട്ടെ. അതൊക്കെ അമ്മ പറഞ്ഞ പോയിന്റിൽ നിന്ന് വിടാം. അമ്മ പറഞ്ഞു എനിക്ക് എൻ്റെ മോളെ അറിയാം, അതിൻ്റെ അപ്പുറത്തേക്ക് ആരും അറിയേണ്ട കാര്യമില്ല. ജന്മം നൽകിയ അമ്മയ്ക്ക് അറിയാം അല്ലേ. എനിക്ക് ഞാൻ ഇല്ലാണ്ടാവണവരെ അവര് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവർക്ക് വേണ്ടിയുള്ള അധ്വാനമാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല, അവര് നന്നായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഞാൻ അവരുടെ കൂടെ ഉണ്ട്. നമ്മുടെ വീട്ടിലാണോ? ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് ഒരു വീട് വെച്ചത്. ആ വീട് പടച്ചിട്ടേക്കുവാ. കാരണം അവിടെ നിൽക്കാൻ ഞങ്ങൾ ആരും ഇല്ലല്ലോ. മോൻ +1 പഠിക്കുന്നത്. അപ്പോൾ അവൻ എൻ്റെ അമ്മച്ചയുടെയും പപ്പയുടെയും കൂടെയാണ്, അവരാ നോക്കുന്നത്. അപ്പം ഞാനിവിടെ നിന്ന് ചെല്ലുമ്പോൾ നേരെ അമ്മച്ചയുടെയും പപ്പയുടെ അടുത്ത് ചെല്ലും. ഞങ്ങൾ എല്ലാവരും കൂടി അപ്പുറത്തെ വീട്ടിലോട്ട് പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാലായനം ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. ഞാൻ അവരുടെ അടുത്തൊന്നും പോയിട്ടില്ല, അവരെൻ്റെ അടുത്തൊന്നും പോയിട്ടില്ല. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഹാപ്പി ആയിട്ട് അങ്ങനെ. ഈ പലതും ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്കിൽ ലൈവ് വരുന്നു, ഫേസ്ബുക്കിലൂടെ തുറന്നു പറയുന്നു. അതൊക്കെ പിന്നീട് വേണ്ടായിരുന്നു തോന്നിട്ടുണ്ട്, എന്തെങ്കിലും പറഞ്ഞു അത് വേണ്ട പിൻവലിച്ച കാര്യം തോന്നിട്ടുണ്ട്? ഇതുവരെ തോന്നിച്ചിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് മറ്റുള്ളവർക്ക് എത്രമാത്രം ശരിയായിക്കൊള്ളണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതെങ്ങനെ ഞാൻ പറഞ്ഞു പോവും. അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഞാൻ അതിന്റെ കമന്റ്സ് പോലും പിന്നെ വായിച്ചു നോക്കാറില്ല. ബോഡി ഷെയിം ഒത്തിരി കേട്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഈ അടുത്ത ഈ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. മാഹിയിലൊരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക്, മാഹിയില്. അപ്പോൾ 6:30 പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയപ്പോൾ 8:30 മണിയായി. 9:15 എനിക്ക് ട്രെയിൻ 9:45 തിരിച്ചെനിക്ക് ഇങ്ങോട്ട് വരണം രാത്രി. 8:30 ആയിട്ട് ഒരു കണക്കിന് പ്രോഗ്രാം വേഗം തുടങ്ങി. എന്നെ ആദ്യം സംസാരിപ്പിച്ച് എക്സ് മിനിസ്റ്ററൊക്കെ ഉണ്ട്, അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. ആ കുട്ടിക്ക് പോകേണ്ടതല്ലേ, വേഗം അതിനോട് സംസാരിച്ച് 2 പാട്ടും പാടി. ഞാൻ നിന്ന വേഷത്തിൽ ഇതേപോലെ ഇതിപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ടാണ്, ഇതേപോലെ വലിയ മാലയും പട്ടുസാരിയൊക്കെ കൊടുത്ത് ഞാൻ ട്രെയിനിലോട്ട് ചാടി കയറി. പെട്ടി അവിടെ വെക്കുന്ന മുടി ആകെ തിരക്ക്, വേർത്ത് കുളിച്ച് കയറി ഞാൻ പെട്ടി ഇതിൻ്റെ അടിയിലോട്ട് വെച്ചപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇതേപോലെ ബർത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ്. എൻ്റെ പപ്പയുടെയൊക്കെ പ്രായം ഉണ്ടാവും. അപ്പം എന്നെ ഇങ്ങനെ നോക്കിയിട്ട് മഞ്ജു പത്രോസ് അല്ലേ? അപ്പം ഇവൻ അതെ എന്ന് പറഞ്ഞു. എന്താണിത്, വണ്ണം വെച്ചത് എവിടെ പോകുന്നു? അപ്പൊ ഞാനേ ഇയാളെന്നെ എനിക്ക് പരിചയമുണ്ടോ? അപ്പൊ ഞാൻ ഈ ചേട്ടൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്നെ നേരത്തെ അറിയാവോ?
ഇതിപ്പോ അറിയാൻ എന്തിരിക്കുന്നു? ഇങ്ങനെയാണോ ചോദിക്കുന്നത്? പാവം പിടിച്ച മനുഷ്യൻ, അയാൾ പർപ്പസ്ഫുള്ളി എന്നെ വിഷമിപ്പിക്കുന്നതല്ല. എനിക്ക് വണ്ണോണ്ടെന്ന് എനിക്കറിയാലോ, അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണല്ലോ ഞാൻ. ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞിട്ട് എന്തോ ഞാനിങ്ങനെ എഴുന്നേറ്റ്, എനിക്ക് പിന്നെ ആ ചേട്ടനോട് സംസാരിക്കാനേ തോന്നുന്നില്ല, നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് ഇതായി പോയില്ലേ. അങ്ങോട്ട് നീങ്ങുമ്പോഴത്തേനും അസുഖങ്ങളൊന്നുമില്ലേ, ഇങ്ങനെ തന്നെ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റിൽ വേറൊരു ചേച്ചി അവിടെ ഇരിപ്പുണ്ട്, ആ ചേച്ചിനെയും കൂടി പോയി സാരിയൊക്കെ മാറി ഒന്ന് സ്വസ്ഥമായിട്ട് വന്നിരുന്നിട്ട് ഞാൻ ചേട്ടനോട്, ചേട്ടൻ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. എന്താ എന്ന് ചോദിച്ചു. ഒരാളാദ്യം കാണുമ്പോൾ സുഖമാണോ എന്നൊന്ന് ചോദിച്ചു നോക്കിയേ, നിങ്ങൾക്കും നല്ല സുഖം ഉണ്ടാവും, കേൾക്കണവർക്കും നല്ല സുഖം ഉണ്ടാവും, നമുക്ക് അങ്ങനെ ഒന്ന് ശീലിച്ച് നോക്കാട്ടാന്ന് പറഞ്ഞു. അയ്യോ മോളെ ഞാനതങ്ങനെ ഇതാക്കി, ഞാനൊരു തമാശ പറഞ്ഞതാന്ന് പറഞ്ഞു. ഇത്തരം തമാശകളിലൂടെയുള്ള ബോഡി ഷെയ്മിങ്ങൾ ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്. സീരിയസ് ആയിട്ടും ഉണ്ടായിട്ടുണ്ട്. സീരിയസ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഇതെന്താണെന്നറിയാമോ, ഈ സീരിയസ്നെസ് എന്ന് പറയുന്നത് നമുക്കാണ്, പറയുന്നവർക്ക് ഇത് സീരിയസ് അല്ല. പറയുന്നവർ വളരെ ലാഘവത്തോടു കൂടി ഒരാളെ കാണുമ്പോഴത്തേനും ചോറുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കുന്ന കാര്യമാണ്. എന്തുവാടാ എന്തിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു, എന്താ ഇങ്ങനെ? അവർക്കൊരു ഭയങ്കര സുഖമാണത് കേൾക്കുന്ന, നമുക്കാണ് ഇത് ഭയങ്കര. അല്ലാതെ എന്നെ പർപ്പസ്ഫുള്ളി കറുപ്പല്ലേ നീങ്ങി നിൽക്കൂ, അല്ലെങ്കിൽ വണ്ണോ അല്ലേ നീങ്ങി നിൽക്കൂ, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടിരിക്കുന്നത് മുഴുവൻ ഇതേപോലെ എന്താ പറയാ, ഉത്തരവാദിത്തമില്ലാത്ത, സമൂഹത്തിനോട് ഉത്തരവാദിത്തം ഇല്ലാത്ത കോമഡികൾക്ക് വേണ്ടിയിട്ട് പറയുന്ന ബോഡി ഷെയ്മിങ്ങുകളാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഉടനീളം കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം ഇത് പറയും, 2 പ്രാവശ്യം പറയും, 3ാമത്തെ പ്രാവശ്യം ഇപ്പം എന്തെങ്കിലും എഴുതിയിട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ നോക്കും, അപ്പം അത് വേണ്ട എന്ന് പറയും. അതെന്തുകൊണ്ടാണ് വേണ്ടെന്ന് പറയണത്? ഞാൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അത് വേണ്ട. അല്ലാതെ ഇത് വായിക്കുമ്പോൾ ഇത് വേണ്ട കേട്ടോ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ എക്സ് ഓർ വൈ, അപ്പുറത്തിരിക്കുന്ന ഞാനോ അല്ലെങ്കിൽ വേറൊരാളോ, അയാൾ ഇതിന്റെ വഴക്കുണ്ടാക്കും, ഇത് പറയണ്ട എന്ന് പറയുന്നതിലും വ്യത്യാസമാണ് ഈ സാധനം വേണ്ട കേട്ടോ, ഇത് ശരിയല്ല എന്ന് പറയുന്നത്, അല്ലേ? ഇത് വേണ്ട, ഈ എഴുതിയിരിക്കുന്നത് ശരിയല്ല എന്ന് സ്വയം മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. ഈ കറുപ്പിന്റെ പേരിൽ ഇപ്പൊ തമാശക്കാണെങ്കിലും എന്നാ പറഞ്ഞത്, സീരിയസ് ആയിട്ട് അങ്ങനെ എന്റെ നിറം കറുപ്പാണ് നമുക്ക് സ്വയം പറയുന്നത്, ഞാൻ കറുത്തതാണ് അല്ലെ, ഞാനും അതെ മഞ്ജു, അതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എന്റെ അറിവിലില്ല. ഇനി എവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോന്നും എനിക്കറിയില്ല. നമ്മളോടിത് ഇപ്പോ ഇപ്പൊ നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഒഴിവാക്കണമെങ്കിൽ നമ്മളോടത് നേരിട്ട് പറയില്ലല്ലോ. പറയില്ല. വേറെ എന്തെങ്കിലും റീസൺ പറയാതെ എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോന്ന്. ചാൻസ് ഇല്ല. ട്രോളുകൾ കാണുമ്പോൾ എൻജോയ് ചെയ്യാറുണ്ടോ? എന്ത് റോള്? ട്രോളുകൾ വരില്ലേ, മഞ്ജുവിന്റെ വാക്കുകൾ വെച്ച് ട്രോളുകൾ, അത് എൻജോയ് ചെയ്യാണോ അതോ വിഷമിപ്പിക്കാറുണ്ടോ? ഇല്ല, ബിഗ് ബോസിൽ നിന്ന് വന്ന ആരെങ്കിലും ഇതൊക്കെ കാണുമ്പോ വിഷമിക്കോ? ഇഷ്ടാ? എനിക്ക് പറ്റിയ തെറ്റാ ആ ചോദ്യം അല്ലേ? വിഷമിക്കാറില്ല. ഈ കഴിഞ്ഞ ദിവസം ആ ഒരു സിനിമയുടെ പത്രസമ്മേളനത്തിൽ വലിയ വാക്കുകൾക്കുണ്ടായില്ലേ, വലിയ വാക്കുകൾക്കുണ്ടായി, ബിനു അടിമാലിയൊക്കെ വലിയ വാക്കുകൾ, ധർമ്മനോട്. അതെന്താണ് ശരിക്കും അത്തരം ഒരു വാക്കുകൾക്കത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു? കാര്യമുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും 101% ഞാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ അതിനൊരു വേദി അതായിരുന്നില്ല. എനിക്ക് മിണ്ടാതിരിക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ എനിക്കത് മിണ്ടാതിരിക്കാൻ സാധിക്കൂലായിരിക്കും. അതാണ് എൻ്റെ ഒരു കുഴപ്പം. അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്ക് വീണ്ടും വലിച്ചു കീറണ്ട. ബിൻചേട്ടൻ എന്നോട് ചിലപ്പോൾ പിണക്കമായിരിക്കും. അല്ല, അദ്ദേഹം പറഞ്ഞ ഒരു സംഗതി ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള തമാശകളൊക്കെ ബോഡി ഷെയ്മിങ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട്, ബോഡി ഷെയ്മിങ് അല്ലാത്ത അവർക്കാണ്, ഇത് കേൾക്കുന്ന നമ്മളെ അത് ബാധിക്കുന്നുണ്ട് എന്ന് പറയാൻ ശ്രമിച്ചതാണ്. അപ്പം അത് വീണ്ടും അപ്പുറത്തിരുന്ന് ന്യായീകരിക്കുന്നു. അപ്പം എനിക്ക് എൻ്റെതായ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ സംഭവിച്ചതാണ്. വേണ്ടായിരുന്നു തോന്നിയോ പിന്നീട്? പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ് കേട്ടോ. അതിനുശേഷം ബിനുവായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചു. എന്തു പറഞ്ഞു? ബിൻചേട്ടന് ഇച്ചിരി വിഷമം ഉണ്ടായി എന്ന് തോന്നണം. പക്ഷെ അത് മനസ്സിലാവും, ഞാൻ പറഞ്ഞത് എന്താണെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവും. അതെന്താണെന്നറിയോ, പറഞ്ഞ കാര്യം കറക്റ്റാണ്, പക്ഷേ ആ സമയത്ത് അത് വേണ്ടിയിരുന്നില്ല എന്ന് ട്രോളുകൾ കണ്ടപ്പോൾ തോന്നി. ഇതൊരു വലിയ വാർത്തയായില്ലേ, ആ സമയത്ത് തോന്നി വേണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം നമ്മൾ പറയുന്നത് എത്രത്തോളം ശരിയാണെങ്കിലും ഓപ്പോസിറ്റുള്ള ഒരാള് അതിനൊരു കൂടെ ഇരിക്കുകയാണ്. ഓപ്പോസിറ്റുള്ള ആള് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു എഫക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുവല്ലേ.
അപ്പൊ അത് വേണ്ടിയിരുന്നില്ല. ഏറ്റവും ദേഷ്യം എന്തിനോടാണ് തോന്നാറുള്ളത്? ഏറ്റവും ദേഷ്യം അത് കോമഡിയാണ്. ഏറ്റവും ദേഷ്യം എന്തിനോടാ തോന്നുന്നത്? ചില കാര്യങ്ങളിലോട് എനിക്ക് ദേഷ്യം തോന്നും. ഭയങ്കര സില്ലി ആയിട്ടുള്ള കാര്യം, പക്ഷെ അത് പറയണം. എനിക്ക് നിങ്ങൾ പുരുഷന്മാരോടാ പറയാനുള്ളത്. ദേഷ്യം വരും എനിക്ക് ആ കാര്യം കാണുമ്പോൾ. നമ്മൾ ഇപ്പോൾ ഞാനും ചേട്ടനൊക്കെ നമ്മളിപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു ലൊക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലൊക്കെ ഒരു പൊതുവായിട്ടുള്ളൊരു ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവരാണ്. പലപ്പോഴും പുരുഷന്മാർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ അറിയില്ല. ഇതിൻ്റെ പുറകെ ചെല്ലുന്ന സ്ത്രീകൾ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഏതൊക്കെ ലൊക്കേഷനിൽ ചെന്നാലും അതിൻ്റെയൊക്കെ വാതിലിൽ ടോയ്ലറ്റിൽ എഴുതി വെക്കും, നിർബന്ധമായും ഇത് സ്ത്രീകൾ പോകുന്ന ടോയ്ലറ്റാണ്, അഥവാ പുരുഷന് പോകണമെങ്കിൽ ടോയ്ലറ്റിൻ്റെ സീറ്റ് പൊക്കി വെച്ചതിന് ശേഷം മാത്രം യൂറിൻ പാസ് ചെയ്യുക എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കും. നിങ്ങൾ ഭാര്യനോട് ചോദിച്ചു നോക്കിക്കോളൂ. നമ്മൾ ചെല്ലുമ്പോൾ സീറ്റില് അല്ല, നമ്മളിപ്പോ ഇതുപോലെ സ്വാഭാവികമാണ് കേട്ടോ, അത് സ്വാഭാവികമാണ്. സ്വാഭാവികമല്ല, ഇതാണ് നടക്കുന്നത്. എന്റെ വീട്ടിലും ഇതിന് ചൊല്ലി വഴക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങള് സംസാരിച്ചിട്ടുണ്ട്. നമ്മളിതിങ്ങനെ ഞാൻ പറയുന്നില്ല, നമ്മളിങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കുമ്പോ ഉണ്ട്, ഇനി ഇതിനകത്ത് ഇരിക്കാൻ പറ്റില്ല. പല സ്ത്രീകളും വായുവിൽ നിന്നാണ് കാര്യം സാധിക്കുന്നത്. എന്ത് ബുദ്ധിമുട്ടാണ് പ്രായമുള്ളവരൊക്കെ അങ്ങനെ നിൽക്കാനായിട്ട്. ജസ്റ്റ് അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് എനിക്ക് ആണുങ്ങളോട് ഭയങ്കര ദേഷ്യമുണ്ട്. അതാണ് ഏറ്റവും ദേഷ്യം. അതെനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ ദേഷ്യം എനിക്കങ്ങനെ പൊതുവേ ദേഷ്യം. നന്നായിട്ട് ചെയ്യുന്ന ആണുങ്ങളോട് ദേഷ്യമൊന്നും ചിലർ പോയി എന്ത് നീറ്റായിരിക്കും അറിയാം, പക്ഷെ ഒരു 80% പേരും തെറ്റിക്കും. ഇത് ഇടണ്ടോ, ഇതാണ് ഇടേണ്ടത്. അല്ല ഇപ്പൊ മഞ്ജു പറഞ്ഞത് ഒരു പോയിന്റ് ആണ് കേട്ടോ. അല്ല ഞാൻ സ്കൂളിലൊക്കെ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോൾ ഞാൻ പിള്ളേരോടൊക്കെ പറയും, നിങ്ങൾ പ്രേമിക്കേണ്ടെന്നും അതൊന്നൊക്കെ ഇവരൊക്കെ പറയും, അതൊന്നും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ആ പ്രായത്തിൽ പിള്ളേർ പ്രേമിക്കില്ലേ? പിന്നെ ടോയ്ലറ്റിൽ പോയിട്ട് വൃത്തിയായിട്ട് പോയില്ലെങ്കിൽ ചന്തിക്കിന്റെ അടി തരുമെന്ന് പറയും. വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കണേന്റെ സീറ്റ് പൊക്കി വെക്കണം. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? വെള്ളം ഒഴിക്കണമല്ലോ. വെള്ളം ഒഴിക്കും, വെള്ളം ഇവരൊഴിക്കും, സീറ്റ് പൊക്കി വെക്കൂല. അവിടെ എല്ലായിടത്തും നിക്കാൻ കൂടി പറ്റൂല. ഇതാണ് അവസ്ഥ. അല്ല, ഇത് തമാശയായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഇത് ഭയങ്കര സീരിയസ് ആണ് കേട്ടോ. സ്ത്രീകളാണ് അനുഭവിക്കുന്നത്. അപ്പൊ ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ നിയന്ത്രിക്കുമല്ലോ ഈ കാര്യത്തില്. ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ. ഇത് കേട്ടിട്ടാണ് ഇവിടെ ഉള്ളൊരു ബാക്കിയുള്ള. ഞാൻ ഇന്ന് ഇങ്ങനെ വീക്ഷിച്ചോണ്ടിരിക്കായിരുന്നു. അതേ ദിവസം സാറിനോട് പറയണം. അതല്ലേ, ചില ആൾക്കാർക്ക് ഭയങ്കര പാടായിരിക്കും അങ്ങനെ അല്ല, ഇത് സീരിയസ് ആയിട്ടില്ല. ഈ മുട്ടിനൊക്കെ സർജറി ഒക്കെ ചെയ്തവരൊക്കെ ഉണ്ടാവും. അവർക്ക് ഇങ്ങനെയൊക്കെ കുഞ്ഞൊക്കെ നിക്കാന്ന് പറഞ്ഞ പാടാണ്. അതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കാത്തോണ്ടാ. അല്ല, സത്യം കേട്ടോ. അതെ, ഇത് നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, കാര്യമായിട്ട് പറഞ്ഞതാ. ചിരിച്ചോണ്ടെടുക്കുമ്പോഴും അതിനകത്ത് സീരിയസ് ഉണ്ടെന്ന് മനസ്സിലായി. അത് കൃത്യമായ പോയിന്റാന്ന് ഞാൻ എപ്പോഴും എടുത്തു പറയുന്നുണ്ടെന്നേ. അത് എല്ലാ വീട്ടിലും അനുഭവിക്കുന്ന എടുത്തു പറഞ്ഞില്ലേ. ഞാൻ എന്റെ കാര്യം കൂടെ പറഞ്ഞില്ലേ, അതിന്റെ അപ്പുറത്തേക്ക് എന്ത് പറയാനുള്ളത്? അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. എന്തോ പെട്ടെന്ന് നമുക്ക് വായുവിളവ് മേടിക്കാൻ പോകുന്ന സ്പീഡാണോ പോയിട്ട് പെട്ടെന്ന് പോകണമെന്നുള്ള ഇറങ്ങി. ഞാൻ ഉദാഹരണം പറയണ്ടേ? അതെ, നമ്മളൊരു അത്യാവശ്യത്തിന് ചെല്ലുമ്പോഴല്ലോ ദൈവം ഇതൊക്കെ ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് വേണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, അതൊരു കാര്യം. ഇതേപോലെ ഈ ബോഡി ഷേമിങ് ബോധപൂർവം അല്ലാതെയൊക്കെ നടത്തുന്ന പാവ മനുഷ്യരൊക്കെ ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം. എനിക്ക് അവരോടൊപ്പം മിണ്ടാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നും. പിന്നെ പൊട്ടം കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ പൊട്ടനായിട്ട് അഭിനയിച്ചിട്ട് അങ്ങനെ ആളുകളെ പറ്റിച്ച് മുന്നോട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എസ്പെഷ്യലി ഈ പറയുന്ന പോലെ ആർട്ടിസ്റ്റ്, പൊട്ടിക്കുട്ടി, മണ്ടിക്കുട്ടി, ക്യൂട്ട്നെസ്. പക്ഷേ എല്ലാം അറിയാം. നമ്മൾ ഉപദ്രവിക്കേണ്ട വിധത്തിലൊക്കെ ഇവർ ഉപദ്രവിക്കുകയും ചെയ്യും. എന്നിട്ട് പൊട്ടിക്കുട്ടിയായിട്ട് അഭിനയിക്കും. അത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. അയ്യടാ, ഇത്രേ പറയാൻ പറ്റുള്ളൂ. എന്നോടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണല്ലോ മഞ്ജു പറയുന്നത്. അല്ലാതെ മഞ്ജു ഒരിക്കലുമല്ല. മഞ്ജുവിന്റെ അടുത്ത് നല്ലതായിട്ട് പൊട്ടിക്കുട്ടിയായിട്ട് ന്യൂട്രലിൽ നിന്നിട്ട് മഞ്ജുവിനുള്ള പണി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മഞ്ജു പറയാൻ പറ്റില്ല. പണിയൊന്നും തന്നിട്ടൊന്നുമില്ല. അങ്ങനെയല്ല, അങ്ങനെ അല്ലല്ലോ ഇയാൾ, അങ്ങനെ അല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ചിലപ്പോൾ അവരുടെ നിലനിൽപ്പായിരിക്കും. നിലനിന്ന് പോട്ടെ, നമ്മൾ അതിനെ തിരുത്താനൊന്നും നിൽക്കില്ല. അങ്ങനെ ഉണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. അങ്ങനെ ഉണ്ട്, അതുകൊണ്ടല്ലേ പറയുന്നത്.
അത് കൃത്യമാണ്. മഞ്ജുവിന് ഒരാള് മഞ്ജുവിന് എപ്പോഴും കൂടെ ഉണ്ട് എന്ന് തോന്നുമ്പം ആരെയായിരിക്കും വിളിക്കുക? ആരെയായിരിക്കും വിളിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം അമ്മച്ചിനെ വിളിക്കും. അമ്മച്ചിയായിരിക്കും വിളിക്കുക. ഏറ്റവും ആദ്യം അമ്മച്ചിനെ വിളിക്കും. അമ്മച്ചിക്കും കേട്ടാൽ ടെൻഷൻ അടിക്കണ വല്ല കാര്യമാണെങ്കിൽ സിമീനെ വിളിക്കും, എൻ്റെ കൂട്ടുകാരി. കൂട്ടുകാരി. ഒരു ഫ്രണ്ട് എന്ന് പറയാനാണെങ്കിൽ ഒരാളുടെ പേര് ആദ്യം പറയാൻ ആരെ കഴിയും? ഓഫ് കോഴ്സ് സിമി. സിമി തന്നെയാണ് എൻ്റെ. ആൺ സുഹൃത്തുക്കളാണോ കൂടുതൽ, പെൺ സുഹൃത്തുക്കളാണോ കൂടുതൽ? എല്ലാവരും ഉണ്ട്, ആൺ സുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളും. എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്. ഒരാൾ ചതിച്ചു എന്ന് പറഞ്ഞാൽ അയാളെ എങ്ങനെ പിന്നീട് നോക്കിക്കാണും? നമുക്കിപ്പം ഞാൻ പറയാണ്